ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനെ ആദർശം ഒന്നായി കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനിയാണെങ്കിൽ അനാമികയെ അടുപ്പിക്കുന്നുമില്ല. അങ്ങനെ എങ്ങനെ സ്വത്തുക്കളൊക്കെ കൈയേറാന്ന് നോക്കിയിരിക്കുകയാണ് അനാമികയും വേണുവും രേവതിയും കൂടി. അങ്ങനെ അവരൊന്നിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അനിയെ എങ്ങനെയെങ്കിലും അനാമികയുടെ വഴിക്ക് കൊണ്ടുവരിക, അതിനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അനാമികയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ ഉള്ളൂ ഇനി അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അവർ വിചാരിക്കുകയാണ്. അതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാനകി ഈ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഈ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമേ തന്നെ അനാമിക പരാതിയൊക്കെ വിളിച്ച് പറയാണ് അമ്മയോട്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പറയുന്നത് കേട്ടു. ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടാവണം. ഇനി അവരെ അവരുടേതായ രീതിയിൽ വിടണം. എങ്കിലേ ഉള്ളൂ അവരുടെ കുഞ്ഞിനെ കണ്ടിട്ട് വേണം നമുക്ക് മരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിന് ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കുമെന്നും ആ കിളവനും കിളവിയും കൂടി പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അനാമിക രേവതിയോട്. അപ്പോൾ രേവതി പറയാണ്, എന്താ മോളെ ഇനി ചെയ്യുക, നമുക്കും അതുപോലൊരു ചാൻസ് ഇല്ലേ? അപ്പോൾ അനാമിക പറയാണ്, എന്ത് ചാൻസ്? ആ അനിയുടെ അടുത്ത് ഒന്നും നടക്കുന്നില്ല. അവൻ സ്നേഹത്തോടെ ഒന്നും സംസാരിക്കുക പോലും ചെയ്യില്ല, പിന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം, മോളെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം, അച്ഛൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വേണു വാങ്ങിച്ചിട്ട് പറയാണ്, മോളെ നമ്മുടെ കൈവിട്ടു പോകുന്ന ലക്ഷണമാണല്ലോ കാര്യങ്ങളൊക്കെ. നവ്യയുടെ 5ാം മാസ ചടങ്ങുകളൊക്കെ അങ്ങ് സന്തോഷപൂർവ്വം നടന്നു. ഇപ്പോഴാണെങ്കിൽ രണ്ടായിട്ട് നിന്ന് ആദർശവും നയനയും ഒന്നായി. ഇനി അവർക്ക് കൂടി ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ നീ ഔട്ടാവും മോളെ, ഉറപ്പാണ്. എനിക്കിപ്പം തന്നെ നിന്നെ താല്പര്യമില്ല. പിന്നെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ പേരിലെങ്കിലും അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, എന്ത് ചെയ്യാനാ, എല്ലാം കൈവിട്ട് പോകും. അവനൊന്നിനും അടുക്കില്ല, അവൻ എന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല എന്ന് പറയാണ്. അപ്പം വേണു പറയാണ്, അങ്ങനെയായാൽ പറ്റില്ലല്ലോ, അവനെ നമ്മുടെ വഴിക്ക് നമുക്ക് കൊണ്ടുവരണം. അതിനായിട്ട് അച്ഛൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാം, അച്ഛൻ ചില കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അനാമിക ചോദിക്കുക, എന്ത് ചെയ്യാനാ അച്ഛാ, അച്ഛൻ ചെയ്തതെല്ലാം പൊട്ടിപ്പോയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം വേണു പറയാ, ഇത് പൊട്ടിയൊന്നും പോവില്ലടി, കുറച്ച് പണം കൊടുത്താൽ മതി. അച്ഛൻ കഴിഞ്ഞ ദിവസം പോയൊരു സിദ്ധനെ കണ്ടിട്ടുണ്ട്. ആ സിദ്ധൻ പറഞ്ഞതുപോലെ ചെയ്താൽ അനി നിൻ്റെ വഴിക്ക് വരും. അവൻ നിൻ്റെ പുറകെ വാലാട്ടി തന്നെ നടക്കും. അപ്പോഴേക്ക് അനാമിക പറയേ, എൻ്റെ പൊന്നച്ച, സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നെന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. പക്ഷേ അനി എൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാ. അപ്പോൾ വേണു പറയാണ്, നീ കണ്ടോണം കാര്യങ്ങൾ, അതൊക്കെ അങ്ങ് മാറും. ആ സിദ്ധനെ ഒരു പൊടി തന്നിട്ടുണ്ട്, അറ്റ കൈക്ക് പ്രയോഗിക്കാനാണ് പറഞ്ഞത്. അതവന് നമ്മൾ പാലിലോ എന്തെങ്കിലും ചേർത്തങ്ങ് കൊടുക്കുക. 3 ദിവസം ആ പൊടി സേവിച്ച് കഴിയുമ്പം അവൻ നിൻ്റെ വഴിക്ക് തന്നെ വരും മോളെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, ഇത് വച്ചം കുറേ പൈസ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടുള്ള പണി തന്നെയാണ്, ഇതൊന്നും വർക്കൗട്ടാവാൻ പോകുന്നില്ല. അപ്പോൾ വേണു പറയാണ്, വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാനും അമ്മയും കൂടെ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരാം ഈ പൊടിയായിട്ട്. ഇത് നിന്നെ ഞാൻ ഏൽപ്പിക്കും, അതുപോലെ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോൾ അനാമിക അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് രേവതിയെ കാണുമ്പം കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്. വേണുവും രേവതിയും എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, വേണുവിന് ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോയതാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് എനിക്ക് ഒരുപാട് ബിസിനസ് ട്രിപ്പുണ്ട്, കുറേ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ മോളെ കാണണമെന്ന് വിചാരിക്കുമ്പം വരാതിരിക്കാൻ പറ്റുമോ? മോളിന്ന് രാവിലെയും വിളിച്ച് രേവതിയോട് പറഞ്ഞു അച്ഛനെ അമ്മയൊന്ന് കാണണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങ് ഓടി വന്നത്. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പം മുത്തശ്ശൻ പറയണം, അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ജയനോ അജയനോ ഒക്കെ ആണെങ്കിലും ബിസിനസ് കഴിഞ്ഞിട്ട് നേരമൊന്നുമില്ല, അവർക്കൊക്കെ എപ്പോഴും തിരക്കാം. അതുകൊണ്ടാണ് ഞാൻ വേണുവിനോട് ചോദിച്ചത്, വേണുവിനൊന്നും തോന്നരുത്. അപ്പം പറയാണ് രേവതി, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നില്ല, ഞങ്ങളുടെ മോളെയല്ലേ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് വിട്ടത്, അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് വന്ന് കാണാനല്ലേ തോന്നുള്ളൂ, സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് ഈ അനന്തപുരിയിലേക്ക് വരുന്നതിന് എന്നൊക്കെ പറയാണ്. അതിനുശേഷം അനാമികയും രേവതിയും കൂടെ മുറിയിലേക്ക് പോവാണ്.
രേവതി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങ് വാ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഈ പൊടി കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞില്ലേ സിദ്ധൻ തന്ന പൊടി, അത് ഈ പൊടിയാണെന്ന് പറയാണ്. ഇതെന്താ ചെയ്യണ്ടേ, ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ എന്ന് അനാമിക ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാലേ ഇത് പാലിൽ കലക്കി ആ അനിക്ക് കൊടുക്കണം. ഇതൊരു വശീകരണ പൊടിയാണ്. 3 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ മതി, ഇവൻ നിന്റെ പുറകേ വന്നോളും എന്ന് പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നടന്നാൽ മതിയായിരുന്നു, അവൻ പുറകെ വരുമോ അതോ അച്ഛൻ ഇവിടുന്ന് ഓടുമോയെന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞ് അത് മേടിക്കുകയാണ്. അപ്പോഴേക്കും അതുവഴി അനി വരികയാണ് റൂമിലേക്ക് കേട്ടോ. അനി വരുമ്പം രേവതിയും അനാമികയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം. അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് നീ കണ്ടതല്ലേ, എന്നിട്ട് അത് വേറൊരുത്തി എടുത്തല്ലേ കുടിച്ചത്. നമുക്ക് പറ്റിപ്പോയ വലിയൊരു അബദ്ധം അത്. അന്ന് ആ നവ്യക്കിട്ട് ആ പണി കൊടുത്തിരുന്നെങ്കിൽ അവൾ ഇന്ന് കാണുമായിരുന്നോ? ഇപ്പോൾ അവളുടെ അഹങ്കാരം നമ്മൾ കാണണ്ടേ? നിന്നെ തല്ലി കൊന്നില്ലെന്നല്ലേ ഉള്ളൂ അവൾ എന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതി. ഇതൊക്കെ അനി കേൾക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അതെ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അനി ഇത് കേട്ടിട്ട് മാറി നിൽക്കുകയാണ്. അമ്പടി കള്ളികളെ, ഇവളെമാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തോ പൊടിയോ എന്തോ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കലക്കി എന്നെ കുടിപ്പിക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ എന്നൊക്കെ അനി വിചാരിക്കുകയാണ്. അപ്പോഴാണ് അതുവഴി ജാനകി പോകുന്നത്. ജാനകി ചോദിക്കുക, മോനെ നീ എന്താ ഈ മുറിയുടെ മുമ്പിൽ നിന്ന് പരുങ്ങുന്നത്? നിനക്ക് അങ്ങോട്ട് കയറി ചെന്നൂടെ? നിന്റെ ഭാര്യയും അവളുടെ അമ്മയല്ലേ അത് എന്ന് ചോദിക്കുമ്പം അനി പറയാണ്, ഞാനിപ്പോൾ കയറി ചെല്ലുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. കേൾക്കാനുള്ളതൊക്കെ ഞാൻ കേട്ടു. എന്താടാ നീ മുറിയുടെ പുറത്ത് നിന്ന് കേൾക്കുന്നത്? നിനക്ക് ഒളിച്ചു നിന്ന് കേൾക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും വന്നിട്ട് അവരോടൊന്നും മിണ്ടാ പോലും നീ താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലോ അനി. ഇതൊക്കെ മോശമല്ലേ നീ കാണിക്കുന്നത്? നിന്റെ അമ്മായിയച്ഛൻ താഴെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് പോയി നിനക്കൊന്ന് സംസാരിച്ചൂടെ? അപ്പോൾ അനി പറയാണ്, എനിക്ക് അവരുടെ ഒന്നും മുമ്പിൽ പോയി സംസാരിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അമ്മ ഇപ്പോൾ ആ മുറിയുടെ വാതിക്കലൊന്ന് ചെന്ന് നിന്ന് നോക്കിക്കേ, എന്താ അനാമികയും അവളുടെ അമ്മയും കൂടി പറയുന്നതെന്ന്. അപ്പോഴേക്കും രേവതി പറയാണ്, അതൊക്കെ മോശമല്ലേടാ, ഞാനെന്തിനാടാ അവർ സംസാരിക്കുന്ന മുറിയുടെ വാതിക്ക പോയി ഒളിച്ചെന്ന് കേൾക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താ അനി? അമ്മയൊന്ന് ചെന്ന് നിന്നേ എന്ന് പറയാണ്. അങ്ങനെ മനസ്സോടെ രേവതിയും അനാമികയും കൂടെ സംസാരിക്കുന്ന കേൾക്കാൻ ജാനകി പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി കേൾക്കുകയാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പൊടി അനിക്ക് കലക്കി കൊടുക്കണടി, നിന്റെ പുറകെ തന്നെ അവൻ വരും, ആ കാര്യം ഉറപ്പാണ് എന്ന് രേവതി പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അന്ന് പാലിൽ ചേർത്ത് കൊടുത്തതുപോലെ ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. പാലിലാണെ അന്ന് വിഷം ചേർത്തിട്ട് ആ നവ്യയ്ക്ക് പകരം ആ വല്യമ്മ എടുത്ത് കുടിച്ച് അവർ ചാകാറായതല്ലേ. നമ്മളാ ഇതൊക്കെ ചെയ്തതെന്ന് ഇവിടെ വല്ലവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമേലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, മോളെ അന്നത് സംഭവിച്ചു, അത് നവ്യക്കല്ലെങ്കിൽ ദേവയാനി കേറ്റു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതതുപോലെയല്ല, ഇത് അനിക്കല്ലാതെ വേറെ ആരെങ്കിലും എടുത്ത് കഴിച്ചാൽ പിന്നെ അവർ നിൻ്റെ പുറകെ നടക്കും, പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് അങ്ങ് നാണക്കേട് തോന്നുകയാണ്. ജാനകി പറയാ, അയ്യേ ഇതെന്താ ഇവളുമാരി പറയുന്നത്? വശീകരണ പൊടിയോ? ഹ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വീണ്ടും അവരിങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ പുറകെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് രേവതി, എടി മോളെ, ആ ദേവയാനിക്കാണെങ്കിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്, അതെല്ലാം അവരുടെ മരുമോക്കെ ഇനി കൊടുക്കുള്ളൂ. നീ നിൻ്റെ അമ്മായിയമ്മയെ ഒന്ന് സോപ്പിട്ട് നിൽക്ക്, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണ്ണമോ പണമോ ഒക്കെ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ നോക്ക്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിലിരിക്കുന്നു ഉണ്ട, അവർക്കൊന്നുമില്ല, അവരെ വെറും പാവപ്പെട്ട വീട്ടിലെ ദരിദ്രവാസി തള്ളയായിരുന്നു, ഇവിടെയോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ജലജാപ്പച്ചി. അവർക്ക് ഒരു പണവും ഇല്ല, സ്വർണവും ഇല്ല. ദേവയാനി വല്യമ്മയുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് സ്വർണവും കോടിക്കണക്കിന് രൂപ ബാങ്കിലും ഉണ്ട്. എൻ്റെ അമ്മായിയമ്മയ്ക്കുണ്ട്. ഞാൻ പറയുന്നില്ല, അവരൊന്നും തരികയില്ല, അവർക്കൊന്നും ഇല്ല, അതിന്നും പ്രതീക്ഷിക്കേണ്ട, ആ ദരിദ്രവാസി തള്ള എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയെക്കുറിച്ച്. അത് കേൾക്കുമ്പോൾ ജാനകിക്ക് അങ്ങ് ദേഷ്യം വന്ന് ജ്വലിക്കുകയാണ്. എടി എന്താടി പറയുന്നത്? എന്നെ തള്ളയെന്ന് വിളിക്കുന്നോ? നീ ദരിദ്രവാസി തള്ളയെന്നോ? ഇതൊക്കെയായിരുന്നോ നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ ജാനകി വിചാരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അനി ജാനകിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കേട്ടോ പറയുന്നത്, എന്നെ വീഴ്ത്താൻ വശീകരണപ്പൊടി കൊണ്ടുവന്നിരിക്കുന്നു, പാലി വിഷം ചേർത്തതും അവളുമാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ ഇപ്പം എന്ന് പറയുമ്പം ജാനകി പറയാണ്, മോനെ അനി സത്യമാണ്, അവളുമാരെ ഭൂലോക ഫ്രോഡുകളാ. അവൾ എന്നെ പറയുക ദരിദ്രവാസി തള്ളാന്ന്, സ്വർണവും പണമൊന്നും എൻ്റെ കയ്യിലില്ല അവൾക്ക് അടിച്ചു മാറ്റാനെന്ന്. എൻ്റെ മോനെ നീ പറഞ്ഞ സത്യമാണ് കേട്ടോ എന്ന് പറയണം. അപ്പം അനി പറയാണ്, നന്നായി, സത്യം തന്നെയാ, മനസ്സിലായല്ലോ. ഇത്രയും നാളും ഞാൻ പറഞ്ഞപ്പം അനാമിക മോളെന്ന് മുഴുവൻ അമ്മ പറയാറില്ലല്ലോ, ഇപ്പം അമ്മയ്ക്ക് അനുഭവം വന്നു. അതെ, സത്യമാ, ഇത് തന്നെയാ നയനയും നവ്യയും പറയുന്നത്. അതൊക്കെ ശരി തന്നെയാ മോനെ. ഈ ഭൂലോക ഫ്രോഡിനെയാണല്ലോ നീ കല്യാണം കഴിച്ചത്. നിന്റെ ജീവൻ ഇതുവരെ ആപത്ത് വരാത്തത് നന്നായി. ഏടത്തിയെ പോലെ ഞാനും ആശുപത്രിയിലായി കരളും കിഡ്നിയൊന്നും പോകാത്തത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്